എല്ലാവർക്കും നമസ്കാരം. അൺബോക്സ് പ്രൈവസിയുടെ ലെസൺ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ കണ്ടത് ഓൺലൈൻ സുരക്ഷയെപ്പറ്റിയും ഓൺലൈൻ സ്വകാര്യതയെപ്പറ്റിയുമാണ്. 100% സുരക്ഷിതമായ ഒരു സിസ്റ്റം ഇല്ല. iOS, ആൻഡ്രോയിഡ്, ഉബുണ്ടു, വിൻഡോസ് ഉപയോഗിക്കുന്ന ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന ആൾക്ക് പ്രൈവസി സെക്യൂരിറ്റി എന്താണെന്ന് അറിയില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അയാളെ രക്ഷിക്കില്ല. ആൻഡ്രോയിഡിൽ വൈറസ് അഫക്റ്റ് ആകുമെന്നത് വസ്തുതയാണെന്നും പ്ലേ സ്റ്റോർ ആപ്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സേഫ് അല്ലെന്നും നാം കണ്ടു. അങ്ങനെയാകുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നല്ല ആപ്ലിക്കേഷൻസും നല്ല സുരക്ഷാ പരിശീലനവും കൊണ്ട് പരമാവധി നമ്മളെ തന്നെ സുരക്ഷിതമാക്കാം എന്നാണ്. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗ രീതി മാറ്റുക എന്നത് തന്നെ. അതിൻ്റെ ആദ്യ പടി നോക്കാം. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എങ്ങനെ? ഏതൊരു ഹാക്കറിനും ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ കൊടുത്താൽ വർഷങ്ങൾ എടുത്തിട്ടാണെങ്കിലും ഒരു പക്ഷേ അയാൾ അക്കൗണ്ട് ഹാക്ക് ചെയ്തെന്നിരിക്കും. നമ്മുടെ ആവശ്യവും അതാണ്, നമ്മുടെ അക്കൗണ്ട് അത്രയ്ക്ക് സെക്യൂർ ആക്കുക. എത്രയെന്നാൽ ഹാക്കേഴ്സിന് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കണം നമ്മളെ ഹാക്ക് ചെയ്യാൻ. നമ്മളുടെ ഡേറ്റ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ വെക്കാതിരിക്കുക. എന്തായാലും ബുദ്ധിയുള്ള ഹാക്കർ മിനിറ്റുകൾ കൊണ്ട് ഹാക്ക് ചെയ്യാവുന്നത് കളഞ്ഞിട്ട് വർഷങ്ങൾ കൊണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട്സ് എടുക്കില്ല. ലെസൺ 6ൽ നമ്മൾ ഇതിനെപ്പറ്റി വിശദമാക്കുന്നതാണ്. നമ്മുടെ ഡേറ്റ പ്രൈവറ്റ് ആക്കുക, അതാണ് മുഖ്യം. സെക്യൂരിറ്റി ഓട്ടോമാറ്റിക്കായി വന്നോളും. VPN കമ്പനികളും ആൻറ്റിവൈറസ് കമ്പനികളും അവകാശപ്പെടും, നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്നാൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചോളാം, ഈ കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. നിങ്ങൾ ആദ്യമായാണ് ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. സ്ഥിരം ഉപയോക്താക്കൾക്കും ഈ നിർദ്ദേശങ്ങൾ ഭാവിയിൽ സ്വീകരിക്കാവുന്നതാണ്. പേഴ്സണലൈസ്ഡ്, ആ വാക്കിൽ തന്നെ ഉണ്ട്, ഒരാൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നത്. പേഴ്സണലൈസ്ഡ് ആഡ്സ് ആൻഡ് സജഷൻസ് എങ്ങനെ കമ്പനികൾക്ക് കിട്ടുക? നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒന്നും ആ കമ്പനികളിൽ ഇല്ലല്ലോ. നമ്മുടെ സ്വന്തം ആളാണ്, അതുകൊണ്ട് ഈ പരസ്യം ഈ പുള്ളിക്കാരൻ ഇട്ടേക്ക് എന്ന് പറയാൻ ഒരേ ഒരു വഴി, അവർ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഫോണിലെ ഡേറ്റ ചോർത്തിയാണ്. എങ്ങനെയെന്ന് കുറച്ച് കഴിഞ്ഞ് പറയാം. ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത് തുടക്കത്തിൽ തന്നെ അത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ്. ഫോൺ ആദ്യമായി ഓണാക്കുമ്പോൾ നമ്മളെ വരവേൽക്കുക ഫോൺ കമ്പനിയുടെ സർവീസസിലേക്കുള്ള സൈനപ്പ് പേജ് ആയിരിക്കും. നമ്മുടെ ഏതൊക്കെ ഡേറ്റയാണ് അവരെടുക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ പ്രൈവസി പോളിസി, നമ്മുടെ ഡേറ്റ അവർ വേറെ കമ്പനികൾക്ക് വിൽക്കുന്നുണ്ടോ, അങ്ങനെ വിൽക്കുന്ന ഡേറ്റയിൽ നമ്മുടെ എന്തൊക്കെ പ്രൈവറ്റ് ഡേറ്റ ഉണ്ട്, ആ ഡേറ്റ വെച്ചാണോ ഈ പേഴ്സണലൈസ്ഡ് ആഡ്സ് ആൻഡ് സർവീസസ് തരുന്നത്? അങ്ങനെ 100 ചോദ്യങ്ങളുണ്ട്. ഇവ ഒന്നുപോലും നമ്മൾ നോക്കാറില്ല, നോക്കണമെന്ന് ആരും പറയാറുമില്ല. വളരെ മോശം സെക്യൂരിറ്റി ആൻഡ് ഡേറ്റ പ്രൈവസിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നതും. ഫോൺ ഓണാക്കി ആദ്യം കാണുന്ന അക്കൗണ്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊടുക്കാതിരിക്കുക. ഇതിനെ ഓപ്റ്റ് ഔട്ട് എന്ന് പറയും. ഫോൺ എല്ലാം സെറ്റ് ചെയ്ത് ഹോം സ്ക്രീനിൽ വന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ മേൽ പറഞ്ഞ സർവീസസിലേക്ക് പോയാൽ മതിയാകും. ആൻഡ്രോയിഡിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ള സ്ഥിതിക്ക് നമുക്കിണങ്ങിയ ആപ്ലിക്കേഷൻസ് ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് കണ്ടെത്താം. വാസ്തവത്തിൽ ഈ വീഡിയോ കോഴ്സിൻ്റെ വിഷയവും ഒരു തരത്തിൽ അത് തന്നെ. നിങ്ങളുടെ ഫോൺ കമ്പനിയുടെ സർവീസസ് നിങ്ങൾക്ക് വേണ്ടി വരില്ല, അതിനെപ്പറ്റി കൂടുതൽ പിന്നീട്. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് മറക്കാതിരിക്കുക, ഓപ്റ്റ് ഔട്ട്. ഇമെയിൽ വെരിഫിക്കേഷൻ വേണം, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സർവീസസിന് ഇമെയിൽ സർവീസ് വേണ്ട എങ്കിൽ ടെമ്പററി ഡിസ്പോസബിൾ ഇമെയിൽസായ ടെംപ് മെയിൽ, ഗർല മെയിൽ, 10 മിനിറ്റ് മെയിൽ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഫോറംസിൽ സൈനപ്പ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസും ന്യൂസ് ലെറ്റേഴ്സും അയച്ച് നമ്മളെ വെറുപ്പിക്കുന്ന വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യാനൊക്കെ ടെമ്പററി ഇമെയിൽസ് ആണ് ബെസ്റ്റ്. അവർക്ക് നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ID കൊടുക്കേണ്ട കാര്യമില്ല. അഥവാ ഇൻസെക്യൂറായ ആ ഫോറംസ് ഹാക്കായാൽ പോലും നിങ്ങളുടെ ശരിക്കുമുള്ള ഇമെയിൽസ് ഹാക്കേഴ്സിന് കിട്ടില്ല. ടെമ്പററി ഇമെയിൽ ടെമ്പററി ആയതുകൊണ്ട് തന്നെ ലോഗിൻ ഡീറ്റെയിൽസ് മറക്കാതിരിക്കാൻ ബിറ്റോഡൻ പോലുള്ള പാസ്വേഡ് മാനേജറിൽ ലോഗിൻസ് സേവ് ചെയ്യണം. കഴിഞ്ഞ ലെസണിൽ നമ്മൾ കണ്ടത് ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് വൈറസ് അഫക്റ്റ് ആകുന്നതെന്ന്. അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ കണ്ണു മടച്ച് ആപ്സിന് പെർമിഷൻസ് കൊടുക്കുന്നതാണ് പ്രശ്നമെന്ന്. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഇൻഫർമേറ്റീവ് അല്ല, നമുക്കറിയില്ല, നമ്മളോട് ആരും ഇതൊന്നും പറഞ്ഞു തന്നില്ല. അവിടെയാണ് പ്രശ്നം. കള്ളനെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചിട്ട് അവൻ നമ്മുടെ പണം മൂട്ടിച്ചാൽ ആരെയാ കുറ്റം പറയണ്ടേ? ഞാൻ ഫോൺ കുറച്ച് വർഷങ്ങളായി ഉപയോഗിക്കുന്നു, ഞാനിനി ഒന്നിന് തുടങ്ങണോ? വേണ്ട. ഐഡിയ എന്തെന്നാൽ നമ്മളുടെ അനുവാദമില്ലാതെ ഒരു ആപ്ലിക്കേഷനും ഫോണിൽ അത് എന്ത് ഉദ്ദേശത്തിലാണോ ഇട്ടത് അത് മാത്രം ആപ്പ് ചെയ്യാവൂ. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഫോണിലെ സെറ്റിംഗ്സ്, ആപ്സ്, പെർമിഷൻ മാനേജർ എടുത്തിട്ട് ഏതൊക്കെ ആപ്പാണ് അനാവശ്യമായ നിങ്ങളുടെ സ്വകാര്യതയിൽ കിടക്കുന്നതെന്ന് നോക്കുക. ഏതൊക്കെ ആപ്പാണ് നമ്മളുടെ മെസ്സേജസ് വായിക്കുക, ഏതൊക്കെ ആപ്പിന് നമ്മളുടെ കോൺടാക്ട്സ് എടുക്കാം എന്നൊക്കെ.
ഇപ്പോൾ ഒരു ആപ്പ് അതിന് വേണ്ടാത്ത പെർമിഷൻ എടുക്കുകയാണെങ്കിൽ ആ പെർമിഷൻ ആ ആപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക. ട്രാക്കേഴ്സ് അപകടകാരികളാകുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ അതിന് ആവശ്യമില്ലാത്ത പെർമിഷൻ എടുക്കുന്നത് പോലെയാണ് ആവശ്യമില്ലാത്ത ട്രാക്കേഴ്സ് ഒരു ആപ്പിനകത്ത്. കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ എന്തിനാണ് ഫേസ്ബുക്ക് ട്രാക്കർ? എനിക്കിനി മനസ്സിലാകാത്ത കാര്യമാണ്. ഫേസ്ബുക്കുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആപ്പിൽ എന്തിന് ഫേസ്ബുക്ക് നമ്മളെ ട്രാക്ക് ചെയ്യുന്നു? നമ്മുടെ കണക്കുകൂട്ടലുകൾ നേരെയാണോ നോക്കാനായിരിക്കും. MX പ്ലെയറിലുമുണ്ട് ഫേസ്ബുക്ക് ട്രാക്കർ. ചിലപ്പോൾ നമ്മൾ ഏതൊക്കെ വീഡിയോ കാണുന്നതെന്ന് അറിയാനായിരിക്കും. വാസ്തവത്തിൽ ട്രാക്കേഴ്സ് എന്തൊക്കെ ഡേറ്റയാണ് എടുക്കുന്നത് എന്നതാണ് ഗൗരവകരമായ ചോദ്യം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളൊരു ആപ്പ് ഇടുമ്പോൾ അവരുടെ പ്രൈവസി പോളിസി നന്നായിട്ട് വായിക്കുക. എന്തൊക്കെ ഡേറ്റയാണ് അവരെടുക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്സിൻ്റെ ട്രാക്കേഴ്സും അവരെടുക്കുന്ന ഡേറ്റയെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒഴിവ് സമയത്തിൽ അതൊക്കെ നിങ്ങൾക്ക് വിശദമായി നോക്കാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ പരമാവധി ഓപ്റ്റ് ഔട്ട് ചെയ്തു. അനാവശ്യ പെർമിഷൻസ് ചോദിക്കുന്ന ആപ്സ് ഡിലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? പ്ലേ സ്റ്റോർ ആപ്സ് ഇല്ലാത്ത പഴയ നോക്കിയ ഫോൺ പോലെ എൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനോ? ട്രാക്കേഴ്സ് ഇല്ലാത്ത, നമ്മളെ സ്വാധീനിക്കാത്ത, നമ്മുടെ പ്രൈവസി മാനിക്കുന്ന ആപ്സ് എങ്ങനെ കണ്ടെത്തും? ഇതുവരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കണ്ട ആപ്സ് 2 വിധത്തിലുള്ളതായിരുന്നു. ഒന്ന് പെയ്ഡും രണ്ടാമത്തേത് ഫ്രീയും. ഇനി തൊട്ട് നിങ്ങൾ ആപ്സ് സെർച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി നോക്കണം, ട്രാക്കേഴ്സ് ഉള്ള ആപ്പാണോ അതോ ട്രാക്കേഴ്സ് ഇല്ലാത്ത ആപ്പാണോ എന്ന്. വാസ്തവത്തിൽ ശരിക്കും 2 തരം ആപ്സ് ആണ് ഉള്ളത്. അടുത്ത ലെസണിൽ നമ്മൾ വിശദമായി കാണും അവയെപ്പറ്റി. അത് മിസ് ചെയ്യരുത്. കാരണം ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എങ്ങനെ ആയിരിക്കണമെന്ന നിങ്ങളുടെ ധാരണ അടുത്ത 2 വീഡിയോസ് കൊണ്ട് മാറിയും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.